ബീഹാറിനെ ഇളക്കിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. സംസ്ഥാനത്തെ 12 തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഒക്ടോബർ 23, 28, നവംബർ 1, 2 തീയതികളിലാണ് റാലികൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പറയൂ, എത്രത്തോളം വലിയ ആവേശത്തിലാണ് ബീഹാറിലെ പാർട്ടി? ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ അവിടെ പ്രചാരണ രംഗത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ, ഒപ്പം തെരഞ്ഞെടുപ്പ് നേതാക്കളുടെ റാലികൾ. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 പരിപാടികളിൽ, അത് പൊതുപരിപാടിയും ഒപ്പം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഉൾപ്പെടെ 2 പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു. രാഹുലിന്റെ വോട്ടറധികാർ യാത്ര നടന്നു. RJD കൂടുതൽ ശക്തമായി തിരിച്ചുവരുമെന്ന പ്രതികരണം നടത്തുന്നു. ദേശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായി ചൂടുവെക്കാൻ സാധിക്കുമെന്ന് BJP 2020 നിയമസഭ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ചൂടുപിടിച്ച പ്രചാരണ രംഗത്തിലേക്കാണ് പ്രധാനമന്ത്രിയുടെ 12 റാലികൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒക്ടോബർ 23, 28, നവംബർ 1, 2 തുടങ്ങിയിട്ടുള്ള വിവിധ തീയതികളിലായി പട്ന, ഗയ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി നിശ്ചയിച്ചിട്ടുള്ളത്. BJPയുടെ താരപ്രചാരകരുടെ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ഒരു പതിറ്റാണ്ട് പരിശോധിക്കുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ജനപ്രിയമായിട്ടുള്ള താരപ്രചാരകൻ. അദ്ദേഹത്തിൻ്റെ 12 റാലികളാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ ആവേശം, വലിയ മുന്നേറ്റം പ്രധാനമന്ത്രിയുടെ റാലികൾ BJPക്കും NDA ക്യാമ്പിനും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ, ഇവരുടെയെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് റാലികളും BJP ബീഹാറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു കാടലക്കിയുള്ള പ്രചാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന രാഷ്ട്രീയം മുൻപോട്ട് വെച്ചുകൊണ്ടും ഒപ്പം ലാലു പ്രസാദ് യാദവിന്റെ ജംഗിൾ രാജ് ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് BJPയുടെ പ്രചാരണ രീതി മുൻപോട്ട് പോകുന്നത്. ബീഹാറിന്റെ ജനത ഒരിക്കലും ലാലു പ്രസാദിന്റെ കാലത്ത് ജംഗിൾ രാജിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ശരിയാണ്. നിലവിൽ ബീഹാർ വളരെ പിന്നോക്കമാണ്. അതിന് കാര്യം കോൺഗ്രസും RJDയും ഉൾപ്പെടെ കാലങ്ങളോളം ദേശീയ രാഷ്ട്രീയവും സംസ്ഥാനത്ത് ബീഹാറിലും ഭരണം നടത്തിയവരാണ്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നിലവിൽ ബീഹാർ വികസനത്തിന്റെ പാതയിലാണെന്ന പ്രഖ്യാപനമാണ് മാത്രമല്ല, ഈ മഹാഗഡ്ബന്ധൻ എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോഴും അടി തീർന്നിട്ടില്ല. ഏതാണ്ട് 8 സീറ്റുകൾ അവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഇതെന്തു കഥ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആ സമയത്താണ് NDA ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് പ്രഖ്യാപിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ പ്രധാനമന്ത്രി എത്തുന്നു. ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മാധ്യമ വാർത്തകൾ എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുമ്പോഴും കോൺഗ്രസ് അധ്യക്ഷനെ അവിടെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ കൂട്ടം ചേർന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് ഈ തർക്കം നിലനിൽക്കുന്നത്. RJD വാദിക്കുന്നത് മുന്നണി യോഗത്തിൽ വളരെ കൃത്യമായി RJD ചൂണ്ടിക്കാട്ടിയത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പെർഫോമൻസ് അത്രയധികം മോശമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നൽകാൻ സാധിക്കില്ല എന്ന കടുംപിടുത്തത്തിലാണ് RJD ഉള്ളത്. കോൺഗ്രസ് ആകട്ടെ 60-ന് മുകളിൽ സീറ്റുകൾ വേണമെന്നും ആവശ്യപ്പെടുന്നു. ഇതേ തുടർന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താതെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെയും RJDയുടെയും എല്ലാം തന്നെ നേതാക്കൾ പരസ്പരം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. വലിയ പ്രതിസന്ധി. അധികാരത്തിനു വേണ്ടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള മുന്നണി ആശയങ്ങൾക്കപ്പുറത്തേക്ക് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സ്വന്തം അധികാരം നേടാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി തുടരുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റുകളിൽ മാത്രമായിരുന്നു വിജയിക്കാൻ സാധിച്ചത്. അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 75 സീറ്റുകൾ നേടിക്കൊണ്ട് RJD സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. കോൺഗ്രസിന് 30-ൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചിത്രം തന്നെ മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പെർഫോമൻസ് വളരെ മോശമെന്ന വിശകലനവും വിമർശനവുമാണ് RJD ഉന്നയിക്കുന്നത്. അതാണ് മുന്നണിക്കുള്ളിലെ വലിയ പ്രതിസന്ധിക്ക് കാരണം. ഇന്ത്യ മുന്നണി അത്തരത്തിൽ പരസ്പരം തർക്കിച്ചു നിൽക്കുമ്പോഴാണ് വലിയ മുന്നേറ്റം. പ്രചാരണ രംഗത്തിപ്പോൾ BJP NDA ക്യാമ്പ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ പ്രതികരിച്ചത് പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും RJDയും നിലവിൽ തന്നെ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. പോരാട്ടം തുടങ്ങും മുൻപേ NDA സഖ്യം വിജയം ഉറപ്പിച്ചു എന്ന പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ നടത്തിയിരുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.